ടീച്ചറെ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഒരു ശക്തമായിട്ടുള്ള ഒരു ഏകീകരണമാണോ യഥാർത്ഥത്തിൽ കോൺഗ്രസിനെയും യുഡിഎഫിനെയും വിജയിപ്പിച്ചത്? തീർച്ചയായും ഒരു മതധ്രുവീകരണം നടന്നിട്ടുണ്ട് എന്നത് സത്യമാണ്. അത് നമ്മൾ കേരളം പറയുന്ന മതേതര സ്വഭാവം കേരളത്തിൽ നഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായിരിക്കുന്നു. അതതിന്റെ പരമകാഷ്ഠയിലെത്തി എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തിയ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. കാരണം നമ്മള് കേരളത്തിന്റെ ഡെമോഗ്രഫിയും ഇവിടുത്തെ വിജയവും തമ്മിൽ ഒന്ന് തട്ടിച്ചു നോക്കിയാലേ എനിക്ക് തോന്നുന്നു ഒരു 40% മുസ്ലിം വോട്ടുള്ള എല്ലായിടത്തും, ഒരുപക്ഷെ തവനൂര് പിന്നെ ജലീലിനോടുള്ള വിരോധം മൂലം ഒരു ജോയിയെ ജയിപ്പിച്ചത് ഒഴിച്ചാൽ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും 40%-ലധികമെങ്കിലും മുസ്ലിം വോട്ട് ഉള്ളിടത്തൊക്കെ തന്നെ മുസ്ലിം സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാനും അത് മുസ്ലിം രാഷ്ട്രീയത്തിന്റെ സ്ഥാനാർത്ഥികളെ തന്നെ ജയിപ്പിക്കാനും ഒക്കെയുള്ള ഒരു പ്രവണത കേരളം കാണിച്ചിട്ടുണ്ട്. ഇത് എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളത് ഒരുപക്ഷെ നമ്മൾ ഭാവിയെ പറ്റി ഇത്തിരി ആശങ്കയോടുകൂടി തന്നെ ചിന്തിക്കേണ്ടി വരും. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിലും ഒക്കെ യുഡിഎഫിന് ഒരു മേൽക്കൈ ലഭിച്ചിട്ടില്ലേ? ഇപ്പൊ ആലപ്പുഴയിലും കൊല്ലത്തും എല്ലാം ഒരു യുഡിഎഫിന്റെ അർത്ഥത്തിലല്ല പറഞ്ഞത്, മുന്നണികളുടെ അർത്ഥത്തിലല്ല പറഞ്ഞത്. അതായത് ഹിന്ദു ഭൂരിപക്ഷമുള്ള മേഖലയിൽ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്തു. മറ്റുള്ളിടത്ത് രാഷ്ട്രീയത്തിന് അതീതമായി സാധ്യത ഭാഷയിൽ പറഞ്ഞാൽ മതമാണ് 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 പ്രശ്നം എന്ന നിലയിൽ വോട്ട് പോയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരുന്നു. അപ്പൊ ഇതൊന്നും എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഭൂരിപക്ഷ സമൂഹം കണ്ടിട്ടും മനസ്സിലാക്കാതെ അവർ എന്തുകൊണ്ടാണ് വലിയൊരു തോതിൽ ബിജെപിയെ ഒന്നും പിന്തുണയ്ക്കാത്തത്? അതെ, ഭൂരിപക്ഷ സമൂഹം അങ്ങനെ മതമാണ് 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 പ്രശ്നം എന്ന അർത്ഥത്തിലല്ല അവരുടെ ജീവിതത്തില് സ്വകാര്യതയായി മാത്രം ഒരു മതം കൊണ്ട് നടക്കുന്നവരാ. അതിനെ രാഷ്ട്രീയത്തിലേക്ക് കൂട്ടിക്കലർത്തുന്നത് ശരിയാണ് എന്ന അഭിപ്രായമില്ല. പക്ഷേ മറുഭാഗം തെറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ദൂഷിത ഫലങ്ങൾ അനുഭവിക്കപ്പെടേണ്ടി വരുമ്പോഴാണ് ചില സ്ഥലത്തെങ്കിലും ഹൈന്ദവ സമൂഹവും ആ നിലയ്ക്ക് ചിന്തിക്കണത്. ശരിക്കും രാഷ്ട്രീയവും മതവും കൂടിക്കലർത്തേണ്ട കാര്യമില്ല. പക്ഷെ കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിലത് ഒരു അപകടകരമായ ഒരു പ്രവണത കാണിച്ചതുകൊണ്ട് തീർച്ചയായും രക്ഷപ്പെടണമെങ്കിൽ ഭൂരിപക്ഷത്തിനും അതേ വഴിയുള്ളൂ എന്ന് അവരെ കൊണ്ട് ചിന്തിപ്പിച്ചൊരു തെരഞ്ഞെടുപ്പാണ്. അപ്പോ ഭൂരിപക്ഷത്തിന് ഒരുപാട് തിരിച്ചറിവ് ലഭിക്കുമല്ലേ വരുന്ന കാലഘട്ടങ്ങളില്? തീർച്ചയായും. കാരണം ഒരു അപകടം മുന്നിൽ കാണുമ്പോൾ നമുക്ക് കൊറോണ വന്ന സമയത്തല്ലേ, വന്നതിന് ശേഷമല്ലേ എന്തൊക്കെ ചെയ്യണം, നമ്മൾ മുഖം മുറിച്ച് കെട്ടണം അല്ലെങ്കിൽ മറച്ചു കെട്ടണം, ഇത്തരം കാര്യങ്ങൾ, അല്ലെങ്കിൽ സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കണം. ഇതുപോലൊരു അപകടം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രവണത സ്വാഭാവികമായും സമൂഹം കാണിക്കും. അതിൽ ആ കൺസോൾട്ടേഷൻ സംഭവിക്കും, ഭൂരിപക്ഷ കൺസോൾട്ടേഷനും സംഭവിച്ചിരിക്കും.